അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതും നാട്ടിലത്തെ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നാട്ടിലത്തെ ഒരു ലാസ്റ്റ് വ്ളോഗായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇന്നിപ്പം രാത്രി ഇക്ക അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇക്കാൻ്റെ കൂടെ നമ്മളങ്ങനെ തിരിച്ച് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നിപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ ഇക്ക വരുന്നതിന് ഇക്കാക്ക് ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യലുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഞാനൊരു ഈസി ആയിട്ട് നമുക്ക് നെയ്യ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാബി ഇപ്പം നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബി ഇങ്ങനെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിൻ്റെ പാട ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മളതിങ്ങനെ ഫ്രീസറിലാക്കിയിട്ട് വെക്കും. എന്നിട്ട് ആ ഒരു നമ്മൾ എടുത്ത് വെക്കുന്ന ആ ഒരു പാത്രമില്ലേ, അത് ഫുള്ളാവുന്ന സമയത്ത് അതിങ്ങനെ ഡയറക്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ കൈയെടുക്കാതെ കുറച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഫുള്ള് നെയ്യൊക്കെ മെൽട്ടായി ആ ഒരു നെയ്യിൻ്റെ കളറാവുമല്ലോ, അതാവുന്ന സമയത്ത് ഓഫ് ചെയ്യുക. അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നെയ്യൊക്കെ എടുക്കുന്ന സമയത്ത് അത് എയറും മോയ്സ്ചറും ഒക്കെ വരുന്ന സമയത്ത് നെയ്യ് ചിലപ്പോൾ കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലോ അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇലയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓഫാക്കിയിട്ട് നമുക്ക് വെക്കാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നമ്മൾ സാധാ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം അടിയിൽ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ നിന്നൊക്കെയുള്ള നെയ്യ് നമ്മൾ നന്നായിട്ട് ഊറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നിട്ടോ. ഞാൻ പൊതുവേ എല്ലാവരും നെയ്യ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ളത് ആദ്യം ആ ഒരു പാട എടുത്ത് വെച്ച് പിന്നെ അത് തണുത്ത വെള്ളം കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിലടിച്ച് പിന്നെ അതിൻ്റെ ആ ഒരു തണുത്ത വെള്ളം കൂട്ടി അടിക്കുമ്പോൾ ആ ഒരു വെണ്ണ കിട്ടിയിട്ട് അത് ഉരുക്കിയെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചൊരു നീണ്ടൊരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുന്നുണ്ടായിരുന്നു. വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലിങ്ങനെ പാലൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് പാടൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും എനിക്ക് ഈസി ആയിട്ട് തോന്നിട്ടോ. ഈ ഒരു മെത്തേഡ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ബാബി ഇതുപോലെ ഏതൊരു വീഡിയോ കണ്ടിട്ടുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അത് എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എളുപ്പമുള്ള മെത്തേഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഡിന്നറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ബാബി ഒരു 2 ടൈപ്പ് കബാബ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ 2 ഐറ്റം കബാബ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മാരിനേഷനൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കബാബൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മാരിനേഷനൊക്കെ ചെയ്ത് വെക്കണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്ക്രീനിലാണ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് മാരിനേഷനാണ് തന്തൂരി കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതവിടെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഹരിയാലി കബാബാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹരിയാലി മിക്സ്ചറിലേക്ക് ഈ നമ്മൾ ഫസ്റ്റ് ചേർത്തത് നമ്മൾ ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചതാട്ടോ അവർ ചേർത്ത് കൊടുത്തത്. പിന്നെ സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചിക്കനും ആഡ് ചെയ്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാരിനേഷനിൽ കുറച്ചൊരു ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഓയിലും കൂടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെക്കുകയുള്ളൂ. എന്നിട്ട് രാത്രി നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഹരിയാലി കബാബ് നമ്മൾ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒരു ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ടെടുക്കുക.
മാരിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇളനീർ പുഡിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കാലമായി ഇങ്ങനത്തെ ഇളനീർ പുഡിംഗ് കഴിച്ചിട്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് പുഡിംഗ് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. നമ്മളിങ്ങനെ ജെല്ലി പോലെ ആക്കിയിട്ട് പിന്നെ ആ ഒരു ഇളനീർ ക്രീമിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഡിംഗ് ആട്ടോ ഇത്. അപ്പോൾ നമുക്കിത് യു എയിലാവുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നല്ല ഇളനീര് കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പം നാട്ടിൽ വന്ന സമയത്ത് നല്ല ഇളനീര് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പയാണ് ഇപ്പോൾ ഇതിൽ മാസ്റ്റർ കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നത് ഉപ്പയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവസാനത്തെ മിക്സിങ് മാത്രം ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഇത് രാത്രിയിലേക്ക് എടുക്കാമെന്നും കൂടി വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് കൊതി കാരണം ഞാൻ അപ്പം തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കറി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ രാത്രി. അപ്പം ഞാനിപ്പം ചിക്കൻ മംപാസാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുരുമുളക്, പിന്നെ വലിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു മണം വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് ഞാനതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയെല്ലാം കുക്കായി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു തക്കാളി നന്നായി ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ആ ഒരു മസാലയെല്ലാം നല്ലോണം തന്നെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഉമ്മ സൈഡിലൂടെ പിടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ഇക്കാൻ്റെ ഫേവറേറ്റ് ഫുഡാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴൊക്കെ വന്നാലും പിടി എന്തായാലും വീട്ടിൽ മസ്റ്റാണ്. അങ്ങനെ ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാട്ടോ. ഞാനിവിടെ ഒരു 2 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 2ാം പാലിലാട്ടോ നമ്മൾ ആ ഒരു ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ ഒന്ന് കുക്കാവണ വരെ നമ്മളൊന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും തന്നെ ബാബി നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള കബാബൊക്കെ ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എയർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബാച്ചായിട്ടല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡ് ആയതിനു ശേഷം പിന്നെ ഒരു മറ്റേ സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എയർ ഫ്രൈൻ്റെ സെറ്റിങ്സ് നിങ്ങളുടെ എയർ ഫ്രൈ ഏതാണോ ആ ഒരു സെറ്റിങ്സ് അനുസരിച്ച് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കബാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ കറി റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് നമുക്ക് തൂമിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സർ നമ്മൾ ആ ഒരു കറിയിലേക്ക് താളിച്ചൊഴിക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഈ തേങ്ങാപ്പാലിൻ്റെ കറി ഉണ്ടല്ലോ, നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള കറി, നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനിയിപ്പം സെക്കൻഡ് ബാച്ചും കൂടി വെക്കുകയാണ്. നമ്മൾ 2 ടൈപ്പ് മാരിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ തന്തൂരി കബാബും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോഴേക്കും തന്നെ പിടിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും തന്നെ ഇക്ക വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോവുകയാണ് ഞാൻ, കാരണം ഇനിയിപ്പം എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടാവില്ല. ഇനിയിപ്പം നേരെ ഡയറക്റ്റ് ഞാൻ അവിടെ നിന്ന് തന്നെ അബുദാബിയിലേക്ക് പോകലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അബുദാബിയിൽ നിന്ന് എങ്ങനെ പാക്ക് ചെയ്ത് കൊടുന്നു അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കും പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല കേട്ടോ. അപ്പം മോളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്ക വരുന്നുണ്ട് എന്നുള്ളതും, അല്ലാതെ ഇക്ക വരുന്നുണ്ടെന്ന് നമുക്ക് അവൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ജസ്റ്റ് വാ നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ പപ്പാനെ കണ്ട സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട്. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുന്നുള്ളത്. ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെയായിരുന്നു, എപ്പോഴാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഫുഡെല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരക്കാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കബാബിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുബൂസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മപ്പാസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ മാത്രം കേട്ടോ നമ്മളെല്ലാവരും ഈ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കല്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കിച്ചണിൽ ആ ഒരു ടേബിളിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കലാണ്.
അങ്ങനെ ദാ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം പോവുകയാണ്. അപ്പോൾ ഇതിപ്പം നാട്ടിലത്തെ ഒരു ലാസ്റ്റ് വ്ളോഗായിരിക്കും കേട്ടോ. കാരണം ഞാൻ പിന്നെ തിരിച്ച് വരുന്ന വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ യൂഷ്വൽ അബുദാബി വ്ളോഗ്സൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.